നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോഫി ബാർ സെറ്റപ്പ് ആണ്. ഇപ്പോൾ റെന്റൽ ഹോമിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ കിച്ചണിൽ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു. ആ ഷെൽഫ് കണ്ടപ്പോൾ ഒരു കോഫി ബാർ സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനായിട്ടുള്ള ഐറ്റംസ് ഒന്നും കയ്യിലില്ല. എങ്കിലും ഉള്ളത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഓപ്പൺ ചെയ്യുന്ന കപ്പ് സെറ്റ് എല്ലാം ഏകദേശം 4 വർഷത്തിന് മുമ്പുള്ള ഹൗസ് വാമിങ്ങിന് കിട്ടിയതായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ടീ സെറ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ടീ സെറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ അതെല്ലാം സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചു വെച്ചു. എൻ്റെ ഫേവറേറ്റ് കപ്പ് സെറ്റ് ആയിരുന്നു ഇത്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻസും അതുപോലെ തന്നെ ഇതിൻ്റെ കളർ തീമും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഫ്ലവറിൻ്റെ തീമിലുള്ള കോഫി മഗാണ്. വൈറ്റ് കളറാണ്. ഇത് 6 ഉണ്ടായിരുന്നു. ഇത് ഇതുവരെയ്ക്കും ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഇപ്പോഴാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഈ കോഫി മഗ്സും ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കോഫി മഗ്സും എല്ലാം അതിൻ്റെ സൈസും അതിൻ്റെ തീമും എല്ലാം അനുസരിച്ചാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചത്. നമുക്കിനി ഇതിൻ്റെ സെറ്റിംഗ് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ എടുത്തത് നേരത്തെ നമ്മൾ കണ്ട ആ ഫ്ലവർ ഡിസൈനിലുള്ള കപ്പ് സെറ്റാണ്. ആദ്യം ഞാൻ താഴത്തെ തട്ടിലാണ് ഇത് അറേഞ്ച് ചെയ്തതെങ്കിലും പിന്നീട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ മിഡിലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ ആൾറെഡി ഉണ്ടായിരുന്ന കപ്പ് സെറ്റായിരുന്നു ഇത്. ഇത് ബ്ലൂ പ്രിൻറ്റിലുള്ള ഫ്ലവർ ഡിസൈനിലെ കപ്പ് സെറ്റാണ്. ഫ്ലവർ പ്രിൻ്റുള്ള കപ്പ് സെറ്റെല്ലാം മിഡിൽ ഷെൽഫിൽ അറേഞ്ച് ചെയ്തു. ഈ കപ്പ് വാം തീം ആയതുകൊണ്ടാണ് ഇത് ടോപ്പിൽ വെക്കുന്നത്. അവിടെ യെല്ലോ കളറിലൊരു സോളാർ ലൈറ്റ് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മഗിനപ്പോൾ കുറച്ചുകൂടി വാം ടോൺ കൊടുക്കാൻ പറ്റുമല്ലോ, അതാണ് ഇതിവിടെ വെക്കുന്നത്. ഇത് കുറച്ച് ഭരണികളാണ്. ഇത് കഴുകി ഉണങ്ങാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഞാൻ ക്യൂട്ടായിട്ടുള്ള ഭരണികൾ എവിടെ കണ്ടാലും വാങ്ങാറുണ്ട്. കൂടുതലും എനിക്ക് മിനിയേച്ചേഴ്സ് നല്ല ഇഷ്ടമാണ്. ഈ മിനിയേച്ചർ ഭരണികളൊക്കെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. കാണുമ്പോൾ വാങ്ങിച്ചു പോകുന്നതാണ്. എന്തായാലും നമുക്കിപ്പോൾ ഈ ഭരണികളിലേക്ക് കോഫി പൗഡറും ടീ പൗഡറും ഒക്കെ ഇട്ട് വയ്ക്കാം. ഉള്ളതിലെ ഏറ്റവും വലിയ ഭരണി ഇതാണ്. ഇതിൽ പഞ്ചസാരയാണ് ഇടുന്നത്. ഇത് ജാഗറി പൗഡറാണ്, അല്ലെങ്കിൽ നമ്മളിവിടെ ശർക്കര എന്നൊക്കെ പറയും. ടീയിലും കോഫിയിലും ഒക്കെ പഞ്ചസാര ആഡ് ചെയ്യാറില്ലേ, അതിന് പകരം ഞങ്ങളിവിടെ ജാഗറി പൗഡറാണ് യൂസ് ചെയ്യാറ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കാറ്. അതുകൊണ്ടാണ് ഒരു ഭരണിയിൽ പഞ്ചസാരയും ഒരു ഭരണിയിൽ ജാഗറി പൗഡറും അങ്ങനെ 2 ഭരണിയിലായിട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മൊത്തം 4 ഭരണി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളിടത്ത് വേണമല്ലോ ഇത് വയ്ക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് താഴത്തെ ഷെൽഫിൽ ഇത് അറേഞ്ച് ചെയ്യാം. കോഫി ബാർ ആയതുകൊണ്ട് തന്നെ കോഫി ബാർ എന്നൊരു ടൈറ്റിലോ അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിംസോ അങ്ങനെയൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. എന്നാൽ നമുക്കിപ്പോൾ ഇതൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മളൊരു കോഫി മഗ് എടുത്തില്ലേ, അതിൻ്റെ ബൈൻഡിലൊരു കോഫിയുടെ പിക്ചർ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ സ്റ്റിക്കർ മോഡലിലാണ് അതിനെ കട്ട് ചെയ്തത്. കട്ട് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് കളർ സെല്ലോ ടേപ്പ് വെച്ച് അതിൻ്റെ സൈഡെല്ലാം ഒട്ടിച്ചു കൊടുത്തു. ഒരു ചീത്തയായ അൽറാം ക്ലോക്ക് ഉണ്ടായിരുന്നു. ആ അൽറാം ക്ലോക്കിലേക്ക് ഇതിനെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ കോഫി ബാറിൻ്റെ സെൻറ്റർ പീസാക്കി സെറ്റ് ചെയ്തു. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സോളാർ ലാമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷെൽഫ് റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഇനിയും കുറേ കൂടി നമുക്ക് പരിപാടികൾ ബാക്കിയുണ്ട്. ഇനി ഒരു ഇൻഡക്ഷൻ സ്റ്റൗ വയ്ക്കാം. കോഫി ബാറിലെ ഏറ്റവും മെയിൻ ഒരു ഐറ്റമാണ് ഈ ഇൻഡക്ഷൻ സ്റ്റൗ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻഡക്ഷൻ സ്റ്റൗ ഇവിടെ വയ്ക്കാം. ഇനി ഒരു മിനി ഷെൽഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലാസും അതുപോലെ തന്നെ പ്ലാന്റ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പ്ലാന്റ് പോത്തോസ് ആണ്. അത് ഇൻഡയറക്റ്റ് സൺലൈറ്റിലും വളരുന്നൊരു പ്ലാന്റ് ആണ്. എയർ പ്യൂരിഫൈ ചെയ്യാനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആ പ്ലാന്റ് ആണ് ഞാനിവിടെ കിച്ചണിൽ വെക്കുന്നത്. ഞാൻ ഇൻഡോർ പ്ലാന്റ് പോട്ടായിട്ട് അതിൻ്റെ കളർ ചൂസ് ചെയ്തിട്ടുള്ളത് പിങ്ക് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.